കോഴിക്കൊക്കെ ഇപ്പൊ എന്തുവരെ ഉണ്ട് കുഞ്ഞുഞ്ഞെ? 10 ഉറുപ്പ് കിട്ടും. ഓ, ഇനിയിപ്പോ അവിടെ നടക്കണമല്ലോ മാഷേ. നടക്കുന്ന പ്രായല്ലേ? ഹലോ എഴുത്തച്ഛൻ. പോയ കാര്യം എന്തായി? സക്സസ് ആണോ? ഒന്നും പറയാറായിട്ടില്ല. നമ്മുടെ MLA തന്നെ നമുക്ക് അവിടെ പാര വെച്ചോണ്ടിരിക്കും. എന്ന് വെച്ചാൽ നേരിട്ട് കണ്ടപ്പോഴല്ലേ കാര്യങ്ങളുടെ കുട്ടൻസ് മനസ്സിലാകുന്നു. മാറ്റണോ? അല്ല, സാഹിബ് എവിടെ പോയിട്ട് വരുന്നു? അടുത്ത് വരെ ഒന്ന് പോയതാ. വയറ്റിപ്പഴപ്പല്ലേ. നടരാജ വണ്ടി റെഡി. ഒന്ന് കൂടെ കൊടുന്നു. ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ല. മാധവേട്ടൻ കയറിയിട്ട് അത് വേണോ നടരാജ? പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് തീവണ്ടിയിലും ബസ്സിലും ഒക്കെ യാത്ര ചെയ്ത് കേടുകൂടാതെ ഇവിടം വരെ എത്തി. ഇനിയിപ്പോ കടമ്പയ്ക്ക കൊണ്ട് കല ഉടയ്ക്കണം. ഇവളുടെ കാലിന്റെ നീര് മാറി മാധവേട്ടാ. കാറ്റ നീശ എവിടെ പറക്കും? പറക്കും. നല്ല കാറ്റ് വന്നാ ഇവള് പറക്കും. അത്രയ്ക്കുള്ള ശേഷിയല്ലേ ഉള്ളൂ. ഒരേ ഒരു പരീക്ഷണം. കുതിര വഴിയിൽ വീണാലോ? കാശ് വേണ്ട. എന്റെ എല്ലൊടിഞ്ഞാലോ? എന്നാലും കാശ് വേണ്ട. ഒന്നും സംഭവിക്കില്ല മാധവേട്ട. ഒന്ന് കേറ്. നോക്കാം. താൻ കേറ്. ഞാനോ? ചാവുന്നേ നമുക്ക് ഒന്നിച്ച് ചാവാടോ. വാ. ഓ, ഇത് കേറുക എന്ന് പറയണത് തന്നെ വലിയൊരു യജ്ഞമാണ്. പോരുത്. ഇനി പോട്ടെ. കുതിരേ പൂക്കുതിരേ പടക്കുതിരേ ടക്ക് 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 പാട്ട്. കുതിരയല്ല, ഞാനാ പാടിയത്. നീയും കുതിരയും തമ്മിൽ ഞാനൊരു വ്യത്യാസവും കാണുന്നില്ല. ഭാർഗവൻ നമ്പ്യാരെ കൂടി തിരുവനന്തപുരത്തിന് കൊണ്ടുവരുന്നെങ്കിൽ സ്കൂളിന് സാങ്ഷൻ എളുപ്പം കിട്ടുമായിരുന്നു എന്നാണ് അങ്ങനെ പറയുന്നത്. ഓ, കിട്ടിയത് തന്നെ. മാധവേട്ടൻ അറിഞ്ഞോ? 2-3 ദിവസം മുമ്പ് നമ്മുടെ കുമാരൻ വൈദ്യരെ 3-4 ആളുകൾ ചേർന്ന് പൊതിരെ തല്ലി. ശരിയാ. എന്നാലായാലും പിന്നെ ആരെയെങ്കിലും ചികിത്സിച്ച് കുഴപ്പത്തിലാക്കി കാണും. കേസ് അത് തന്നെ. വൈദ്യര് കൊടുത്ത ലേഹ്യം കഴിച്ച് ഒരു കുടുംബത്തിലെ 3 അംഗങ്ങള് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണത്രേ. मेरे सपनों की रानी कब आएगी तू, आइए रुत मत तानी कब आएगी तू, बीती जाए जिंदगानी कब आएगी तू, चलिया तू. താനെന്താടോ എരുമയെ കണ്ടോട് കുതിര തിരിക്കുന്നത്? എരുമയല്ല, എരുമയുടെ കയറിന്റെ ഭരതലയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. അങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടു വണ്ടി. അവിടെ നിക്കണ കാട്ടുള്ള നമുക്ക് വേറെ വഴി പോവാം. ഒരു ദിവസം നിന്നെ കയ്യിൽ കിട്ടും. ഒരു കാലത്തും നീ ഗുണം പിടിക്കില്ല. ആരാ മാതാടത്തിയത്? ഞാനേ ചാണവാരി ഉണ്ടാക്കിയ സ്വർണ്ണ ആ എംബോയ്ക്ക് കൊടുത്തത് അവന്റെ കുതിരയെ പണ്ടാറടക്കാൻ. ഇപ്പൊ അവൻ എന്നെ കാണുമ്പോട് പോട്ടെ മാതാടത്തി, അവനും ജീവിച്ചു പോട്ടെന്നേ. നിങ്ങൾക്ക് കുട്ടികളും പ്രാരാബ്ദമൊന്നും ഇല്ലല്ലോ. ആഹാ, എന്നാ നീ എന്റെ പുറയിലേക്ക് പോരടാ, എന്റെ മോനായിട്ട്. എന്താ വേണമെങ്കിൽ വരാം. എന്റെ വായിലുള്ളത് കേൾക്കരുത്. പോടാർന്ന്